വെസ്റ്റേൺ, ഈസ്റ്റേൺ ആൻഡ് ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട്സ്. നമ്മൾ യു ജി സി നെറ്റ് സെറ്റ് പോലുള്ള എക്സാമിനേഷൻ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് എലമെന്റ്സ് വരുന്ന ഏരിയാസുകളാണ്. ദാറ്റ് മീൻസ് ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് സ്കോറിംഗ് ഏറ്റവും കൺഫ്യൂസിങ് യൂണിറ്റ് ഇൻ യു ജി സി നെറ്റ് ആൻഡ് സെറ്റ് എക്സാമിനേഷൻസ്. അതിന് കുറച്ച് കാരണങ്ങളെന്ന് അറിയപ്പെടുന്നത്, നമുക്കിത് എക്സാമിൻ ടൈമിൽ തന്നെ നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇറ്റ്സ് മിക്സ്ഡ് അപ്പ് വിത്ത് ദെയർ കോർ കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റുകളൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ചൊരു ബ്രേക്ക് ഡൗൺ ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ ആ തിയറീസുകൾ നമുക്ക് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ബേസിക് ഫോംസുകളെ കുറിച്ച് അല്ലെങ്കിൽ ബേസ് ലെവലിൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ആ കോൺസെപ്റ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുക, അതിനെ നമ്മൾ ചെയ്തു നോക്കുക. എന്നാൽ നമുക്ക് ഈ ഒരു കൺഫ്യൂഷനിൽ നിന്ന് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും വരുന്ന 3 പൊളിറ്റിക്കൽ തിങ്കേഴ്സുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പാർട്ട് ഫസ്റ്റിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ഓരോ പാർട്ടിലുമായിട്ട് ഇന്ത്യൻ ആൻഡ് ദ ഈസ്റ്റേൺ പൊളിറ്റിക്കൽ ആൻഡ് വെസ്റ്റേൺ പൊളിറ്റിക്കൽ തിങ്കേഴ്സുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ വിതൗട്ട് ഓഫ് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് മൂവ് ഓൺ ദ നെക്സ്റ്റ് സ്ലൈഡ്. ദിസ് ഈസ് സോഷ്യോ ബാച്ച് നമ്പർ 1 പാർട്ട് ഫസ്റ്റ്. സോ നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്ന പൊളിറ്റിക്കൽ ആൻഡ് ഈസ്റ്റേൺ ഫിലോസഫർ കമ്മിങ് ഫ്രം ഓഫ് ചൈന. ചൈനയിൽ നിന്നുള്ള ആദ്യ ഫിലോസഫറാണ് കോൺഫ്യൂഷ്യസ്. ഇദ്ദേഹത്തിൻ്റെ പീരീഡ് എന്നറിയപ്പെടുന്നത് ബിറ്റ്വീൻ 551 ആൻഡ് BC 479, 551 BCക്കും 479 BCക്കും ഇടയിൽ ജീവിച്ച വ്യക്തിയായിരുന്നു കോൺഫ്യൂഷ്യസ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നോക്കാം. ഇതിൽ തന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം തന്നെ ഇവിടെയുണ്ട്. Birth and origin places: born in 551 BCE in the state of Lu, modern day the Shantung province in China. ചൈനയിലെ തന്നെ ഷാങ്ടോൺ പ്രോവിനൻസിലെ ലൂ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ജനിച്ച ഒരു വ്യക്തിയായിരുന്നു കോൺഫ്യൂഷ്യസ് എന്നറിയപ്പെടുന്ന വ്യക്തി. ഇദ്ദേഹത്തിൻ്റെ ഏർലി കരിയർ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ആദ്യ തുടക്ക കാലഘട്ടം, സെർവ്ഡ് ദ പ്രിൻസ് ഓഫ് ലൂ ആസ് എ ഡയറക്ടർ ഓഫ് പബ്ലിക് വർക്ക്. പബ്ലിക് വർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പൊതുമരാമത്ത് വകുപ്പ്. ആ പൊതുമരാമത്ത് വകുപ്പിൻ്റെ തന്നെ ആദ്യത്തെ ഒരു ഡയറക്ടറായിട്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ തുടക്ക കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ഇത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ആൻഡ് ഹീസ് എ പ്രൊമോട്ടഡ് ടു ദ ഡയറക്ടർ ഓഫ് ദ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ 501. 503 ഇദ്ദേഹം ഒരു ഡയറക്ടർ പബ്ലിക് വർക്കായിട്ട് മാറുകയും, അല്ലെങ്കിൽ ആ ജോലിയിൽ പ്രവേശിക്കുകയും, ആൻഡ് ദെൻ 501 ആയപ്പോൾ അതെന്തായിട്ട് മാറുന്നു? ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഐഡൻറ്റിറ്റിയൊക്കെ പല സമയങ്ങളിലും ഒളിച്ചു വയ്ക്കേണ്ട അങ്ങനെ ഒരു സിറ്റുവേഷൻസൊക്കെ വന്നിട്ടുണ്ട്. സോ ദാറ്റ്സ് റീസൺ ഇൻ പേഴ്സൺ ടു ദ 5 days ഡ്യൂറിങ് ടു ദ എക്സ്റ്റൻസീവ് ഓഫ് ട്രാവൽ. അദ്ദേഹത്തിൻ്റെ യാത്രയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ സാധിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആൻഡ് ഹി വാസ് എ പ്രസൻറ്റ് ഇൻ ദ 5 days. 5 ദിവസം വരെ അദ്ദേഹത്തിന് അത് മീൻസ് ജയിൽവാസം അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുള്ളതായിട്ട് നമ്മുടെ ചരിത്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബോൺ പേസ് നോക്കുക. അദ്ദേഹത്തിൻ്റെ എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ജനന സ്ഥലം, വെരി ഇമ്പോർട്ടൻറ്റ്, ആൻഡ് ദ ഷാങ്ടോൺ പ്രൊവിൻസ് ഇൻ ചൈന. ദെൻ ഇദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയോളജിയിലോട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫിലോസഫിക്കൽ കോൺസെപ്റ്റിലോട്ട് പോകുമ്പോൾ, റോൾ ആസ് എ എഡ്യൂക്കേറ്റർ, ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നത് ഫസ്റ്റ് ടീച്ചർ ഇൻ ചൈന. അദ്ദേഹത്തിന് ആദ്യത്തെ ചൈനയിലെ ഒരു ടീച്ചറായിട്ടാണ്. ആദ്യത്തെ എന്തായിരുന്നു അത്, ഒരു സാധാരണക്കാരുടെയോ, അല്ലെങ്കിൽ ഹീസ് എ ഡെമോക്രാറ്റൈസ്ഡ് എഡ്യൂക്കേഷൻ ബൈ ഓപ്പണിംഗ് ഹിസ് സ്കൂൾ ഓൾ സോഷ്യൽ ക്ലാസ്സസ്. എന്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു ടീച്ചറായിട്ട്, ഫസ്റ്റ് ടീച്ചറായിട്ട് കണക്കാക്കിയിരുന്നതിന് ഒരുപാട് റീസൺ ഉണ്ട്. അവിടെ ഈ പാവപ്പെട്ടവരും പണക്കാരും എന്നറിയപ്പെടുന്ന കപ്പിൾ ഓഫ് ഒരു സോഷ്യൽ സിസ്റ്റമാണ് അവിടെ ഉണ്ടായിരുന്നത്. സോ ബേസ്ഡ് ഓൺ ദ റാദർ ദാൻ ഹെറിഡിറ്ററി സ്റ്റാറ്റസ്, ഒരു ഡിഫറെൻറ്റ് ഹെറിഡിറ്ററി സ്റ്റാറ്റസ് എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പണക്കാരുടെയോ പാവപ്പെട്ടവരുടെയോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുന്നതിന്, അതാണ് ഡെമോക്രാറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിമാൻഡബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം കൊണ്ടുവന്ന വ്യക്തിയായിരുന്നു ഫിലോസഫർ എന്നറിയപ്പെടുന്ന കോൺഫ്യൂഷ്യസ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു എഡ്യൂക്കേഷൻ്റെ റോൾ വലുതായിരുന്നു ആ രാജ്യത്തിനകത്ത്. സോ ദാറ്റ് റീസൺ ഫസ്റ്റ് ടീച്ചർ ഇൻ ചൈന. ചൈനയിലെ തന്നെ ഒരു ഫസ്റ്റ് ടീച്ചറായിട്ട് നമുക്കൊരു ബേസ് ലെവലിൽ പഠിക്കാൻ പറ്റുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് പഠിക്കാം. ആൻഡ് ഹി വാസ് ദ ഫസ്റ്റ് ടീച്ചർ ഇൻ ചൈന. ഇദ്ദേഹത്തിൻ്റെ ഒരു സെൽഫ് പെർസെപ്ഷൻസ് നോക്കുകയാണെങ്കിൽ, അതായത് ഇദ്ദേഹത്തിനെ കുറിച്ച് നമുക്കൊരു സ്വയം വിലയിരുത്തൽ നടത്തുകയാണെങ്കിൽ, ഹി വാസ് നോട്ട് ദ ക്രിയേറ്റർ ആൻഡ് ഓർഗനൈസർ ഓഫ് ഡോക്ട്രൈൻ ബൈ ദ ട്രാൻസ്മിറ്റർ ഓഫ് ആൻഷ്യന്റ് മോറൽ ട്രാൻസ്മിഷൻസ് ആൻഡ് വിസ്ഡം. ഇദ്ദേഹം എന്നറിയപ്പെടുന്നത് താനൊരു പുതിയൊരു ആശയത്തിൻ്റെ സൃഷ്ടാവല്ല. and expressed that he was not a creator or the originator in the new doctrine, but the transmitter of ancient moral traditions and wisdoms. ഇദ്ദേഹം ഒരു പുതിയൊരു ആശയത്തിൻ്റെ സൃഷ്ടാവല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പഴയ അറിവുകൾ കൈമാറുന്ന ഒരു വ്യക്തി മാത്രമാണ്.
അല്ലാതെ ഒരിക്കലും ഒരു പുതിയ കോൺസെപ്റ്റുകൾ എടുത്ത് ഞാൻ നിങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ കാര്യങ്ങളെക്കുറിച്ചോ നാച്ചുറൽ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് പറഞ്ഞു തരുന്ന ഒരാളല്ല. അദ്ദേഹം ഒരു ഓർഗനേറ്ററാണ്, ഒരു ട്രാൻസ്മിറ്റർ മാത്രമാണ്. നമുക്ക് നൽകിയിരിക്കുന്ന നോളജിനെയും നമുക്ക് ലോകം തന്നിരിക്കുന്ന നോളജുകളെയും എന്ത് ചെയ്യുക, സാധാരണക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ആളുകൾക്ക് മോഡറേറ്റ് ആയാലോ ഹയർ ലെവലായാലോ ആർക്ക് വേണ്ടിയും ട്രാൻസ്മിറ്ററായിട്ട് മാത്രം നിൽക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ആൻഡ് കോൺഫ്യൂഷ്യസ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സെൽഫ് പെർസെപ്ഷൻസ് അത് തന്നെയായിരുന്നു. സ്വയം വിലയിരുത്തലിലൂടെ അദ്ദേഹം പറഞ്ഞ കാര്യം. ബട്ട് അതല്ലായിരുന്നു കാര്യം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയും ആ രാജ്യത്തിനകത്ത് ഫിലോസഫിക്കലി വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം എന്ന് അറിയപ്പെടുന്നത് എന്താണ്, ഒരു സെൽഫ് പെർസെപ്ഷൻസ് മാത്രമാണ്. ഓക്കെ, അദ്ദേഹത്തിന് വിലയിരുത്തിയത് ഈ ഒരു രീതിയിൽ മാത്രമാണ്. ആൻഡ് എവല്യൂഷൻ ഓഫ് കൺഫ്യൂഷനിസം, അദ്ദേഹത്തിൻ്റെ ആശയത്തിൻ്റെ വളർച്ച എങ്ങനെയൊക്കെയായിരുന്നു. കൺഫ്യൂഷനിസം എന്നറിയപ്പെടുന്ന ഒരു ആശയം എങ്ങനെയാണ് ലോകത്തിലേക്ക് വളർന്നു വന്നത്. അതിൽ തന്നെ ആഫ്റ്റർ ദി ഹ്യൂമൻ കൊളാപ്സ് and the Han triumph over the Chud established the Confucianism as the official state ideology in the 2nd centuries BCE. അതായത് കൺഫ്യൂഷനിസം ഐഡിയാസ് എസ്റ്റാബ്ലിഷ് ആസ് എ ഒഫീഷ്യൽ സ്റ്റേറ്റ് ഐഡിയോളജി ഇൻ ദ 2nd centuries. അതാണ് ഉദ്ദേശിക്കുന്നത് ഈ ഹാൻ രാജവംശ കാലഘട്ടത്തിൽ. അതാണ് ഫസ്റ്റ് പറയുന്നത്, ഹാൻ രാജവംശം. ഈ കാലഘട്ടത്തിൽ തന്നെ ഈ കൺഫ്യൂഷനിസം എന്നറിയപ്പെടുന്നത്, ഇദ്ദേഹത്തിൻ്റെ ഫിലോസഫിയാണ് കൺഫ്യൂഷനിസം എന്നറിയപ്പെടുന്നത്. അതെന്തായി മാറുന്നു, ഒരു ഔദ്യോഗിക ആശയമായിട്ട് മാറുന്നു. Okay, the Tang Song of Dynasty developed in the Neo-Confucianism combination with the Buddhism and the തായോ സിസ്റ്റം എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടുള്ളൂ. തായൂസോ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയോളജി തന്നെ ഡെവലപ്പ് ചെയ്യുന്ന നിയോ കൺഫ്യൂഷനിസം ഡെവലപ്പ് ചെയ്യുന്നതിൽ നിർണായകമായിട്ടുള്ള ഒരു ഫിലോസഫിക്കൽ കോൺസെപ്റ്റ് ഈ കാലഘട്ടത്തിൽ കൊണ്ടുവരാനായിട്ട് കൺഫ്യൂഷനിസത്തിന് സാധിച്ചിട്ടുണ്ട്. അതൊരു ഫിലോസഫിക്കൽ കോൺസെപ്റ്റാണ് ഈ കൺഫ്യൂഷനിസം എന്നറിയപ്പെടുന്നത്. അപ്പോൾ അത് രാജ്യം മുഴുവനായിട്ടൊരു കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ഡെവലപ്ഡ് ആക്കി മാറ്റുന്നതിന് ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ 21st century ആയാലും 20th centuries ദ ടാർഗറ്റ് ആൻഡ് അറ്റാക്ട് ഡ്യൂറിങ് ദ കൾച്ചറൽ റവല്യൂഷൻ ബൈ ദ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CCP ഒക്കെ രൂപീകരിച്ചപ്പോൾ മാവോ സേതുങ് 1966 കാലഘട്ടങ്ങളിലൊക്കെ എന്ത് ചെയ്യുകയാണ്, ഈ ഒരു സിസ്റ്റം 49 നമുക്ക് ചൈനീസിന് റിപ്പബ്ലിക് ലഭിക്കുകയാണ്. അപ്പോൾ 66 ആ സമയങ്ങൾ വരെയും കമ്മ്യൂണിസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിരുന്നു ഈ കൺഫ്യൂഷനിസം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ബേസിക്കലായിരുന്നു അവരെന്ത് ചെയ്യുന്നത്, ഒരു ഫിലോസഫിക്കൽ കോൺസെപ്റ്റ് രാജ്യത്തിനകത്ത് കൊണ്ടുവരുന്നതും ഒരു ഡെമോക്രാറ്റിക് ചിന്താഗതി കൊണ്ടുവരുന്നതെന്നൊക്കെ ഇദ്ദേഹത്തിൻ്റെ മാവോ സേതുങ്ങിൻ്റെയൊക്കെ ടെസ്റ്റുകളിലൂടെയും നമുക്ക് ഹിസ്റ്റോറിക്കൽ എവിഡൻസുകളിലൂടെയൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വലിയൊരു ഇമ്പാക്റ്റ് 20 and 21st centuries ലോകങ്ങളിൽ ഉണ്ടാകുന്നതിന് കാരണമായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. സോ ബിക്കോസ് ഓഫ് ഇറ്റ്സ് കമ്മിങ് ഫ്രം ഓഫ് ദ ചൈനയിൽ തന്നെ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നപ്പോൾ അതിൻ്റെ ബേസിൽ തന്നെ രാഷ്ട്രം മുഴുവനായിട്ട് ഒരു CCP പോലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ ഒരു എത്തിക്സ് കൊണ്ടുവരുന്നതിന് സാധിച്ചിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. സോ ദിസ് ഇസ് ഇവാലുവേഷൻസ് ഓഫ് കൺഫ്യൂഷനിസത്തിൻ്റെ ഒരു ഇവാലുവേഷൻ സ്ട്രാറ്റജി ഇതായിരുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എത്നിക്കൽ ആൻഡ് ദ ഫിലോസഫിക്കൽ ഫ്രെയിം വർക്ക്സ്. എന്താണ് ഈ എത്നിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ ഫ്രെയിം വർക്ക്സുകൾ എന്നറിയപ്പെടുന്നത്? അതിൽ പ്രധാനമായിട്ട് കോർ പ്രിൻസിപ്പിൾ ഓഫ് റെൻ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു തത്വമായിരുന്നു. കോർ പ്രിൻസിപ്പിൾ ഓഫ് റെൻ ട്രാൻസ്ലേറ്റഡ് ടു ദ ബെനവലൻസ് ആൻഡ് ദ ഹ്യൂമൻസ് ഓർ ദ ലവിങ് അതേഴ്സ് ഇറ്റ് ഈസ് അച്ചീവ്ഡ് ത്രൂ ദ റിഗറസ് സെൽഫ് ഡിസിപ്ലിൻ. എന്താണ് ഇവിടെ പറയുന്നത്? ട്രാൻസ്ലേറ്റ് ടു ദ ബെനവലൻസ്, ഹ്യൂമൻസ് ആൻഡ് ദ ലവിങ് അതേഴ്സ് അച്ചീവ്ഡ് ത്രൂ ദ റിഗറസ് സെൽഫ് ഡിസിപ്ലിൻ. അതായത് സാധാരണയായിട്ട് ഓരോ വ്യക്തികളും പറയുന്ന ഒരു ഐഡൻറ്റിറ്റി, ഒരു ഐഡിയോളജി തന്നെയാണ്. ഏതൊരു ഫിലോസഫർ ആയാലും ശരി, ഏതൊരു വലിയ വ്യക്തികളൊക്കെ പറയുന്ന ഒരു ചെറിയ കോൺസെപ്റ്റുകളുണ്ടല്ലോ, അത് തന്നെയാണ് ഇതിലും പറയുന്നത്. ട്രാൻസ്ലേറ്റ് ബെനവലൻസ്, കാരുണ്യം കാണിക്കുക, മാനവികത. നമ്മൾ ഹ്യൂമനിസം എന്ന് പഠിച്ചിട്ടില്ലേ? ഹ്യൂമനിസം, മറ്റുള്ളവരെ സ്നേഹിക്കുക, ആൻഡ് ഒരു സെൽഫ് ഡിസിപ്ലിൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ആത്മനിയന്ത്രണത്തിലൂടെ ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കോർ പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നത്. ഈ റെൻ എന്നറിയപ്പെടുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസ്ലേറ്റ് ടു ദ ബെനവലൻസ് ആൻഡ് ദ ഹ്യൂമനിസം ടു ദ ലവിങ് അതേഴ്സ് ഇറ്റ് ഈസ് അച്ചീവ്ഡ് ത്രൂ ദ റിഗറസ് ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ. അപ്പോൾ ഇതും അദ്ദേഹത്തിൻ്റെ ഒരു ഫിലോസഫിക്കൽ കോൺസെപ്റ്റാണ്. കാരുണ്യവും മാനവികതയും മറ്റുള്ളവരെ സ്നേഹിക്കാനും കഠിനമായിട്ടുള്ള ആത്മനിയന്ത്രണങ്ങളും നമ്മൾ കൊണ്ടുവരാനാണ് അദ്ദേഹം ഇന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഗോൾഡൻ റൂള് തന്നെ പറയുന്നുണ്ട്. അതാണ് ഷൂ എന്നറിയപ്പെടുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഗോൾഡൻ റൂൾ ഓഫ് ഷൂ എന്നറിയപ്പെടുന്നത് വാട്ട് യു ഡു ടു വിഷ് ആൻഡ് ഫോർ യുവർ സെൽഫ് ഡു നോട്ട് ഡു ടു അതേഴ്സ് ആൻഡ് ടു ദ ഗോൾഡൻ റൂൾ. ദാറ്റ് മീൻസ് നിനക്ക് ചെയ്യാൻ ആഗ്രഹമില്ലാത്തത് മറ്റുള്ളവരെ കൊണ്ട് എന്ത് ചെയ്യരുത്. അതാണ് ഇതിനകത്തുള്ളൊരു കോൺസെപ്റ്റ് എന്നറിയപ്പെടുന്നത്. വാട്ട് യു ഡു നോട്ട് വിഷ് യു
ഫോർ യുവർ സെൽഫ്. നിനക്ക് ചെയ്യാൻ ആഗ്രഹമില്ലാത്ത കാര്യങ്ങൾ ഡു നോട്ട് ഡു ടു അതേഴ്സ്. അപ്പോൾ ഇതൊരു കോൺസെപ്റ്റാണ്, ഇതൊരു ഫിലോസഫിക്കൽ കോൺസെപ്റ്റായിട്ട് നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഇല്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ടും ചെയ്യിപ്പിക്കരുത് എന്നുള്ളൊരു സിസ്റ്റമാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെഗറ്റീവ് ഫോർമുലേഷനാണിത്. അദ്ദേഹത്തിൻ്റെ ഒരു ഗോൾഡൻ റൂളായിട്ട് പറയുന്ന ഒരു സിസ്റ്റമായിട്ടാണ് പറയുന്നത്. സോ ഇതാണ് എത്നിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ കോൺസെപ്റ്റ് ഓഫ് കൺഫ്യൂഷ്യസ് എന്നറിയപ്പെടുന്നത്. ആൻഡ് ദെൻ ഈസ് എ ഗോൾഡൻ റൂൾ ഇത് തന്നെ പറയുന്നു. ഇനി ഇദ്ദേഹത്തിൻ്റെ ഒരു 5 മെയിൻ പ്രിൻസിപ്പിൾ ഓഫ് കൺഫ്യൂഷനിസം എത്തിക്സ്, കൺഫ്യൂഷനിസത്തിൻ്റെ ഒരു 5 റൂളുകളെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട മറ്റൊന്നാണ്. റെസ്പെക്റ്റ് ഓഫ് ആറ്റോണമി. എന്താണ് ഉദ്ദേശിക്കുന്നത്? വ്യക്തി സ്വാതന്ത്ര്യം, അല്ലേ? നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തോടുള്ള ബഹുമാനം ഉണ്ടായിരിക്കണം, അത് മറ്റുള്ളവരായാലും സ്വന്തം കാര്യങ്ങളിലായാലും. അതാണ് റെസ്പെക്റ്റ് ഓഫ് ഓട്ടോണമി എന്നറിയപ്പെടുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ബെനിഫിസൻസ് എന്നറിയപ്പെടുന്നത് നന്മ ചെയ്യുക. നോൺ മെയിൽ ഫിനാൻസ് എന്നറിയപ്പെടുന്നത് മെയിൽ ഫിനാൻസസ് എന്നറിയപ്പെടുന്നത് നന്മ ചെയ്യുക. ഫസ്റ്റ് ഫിലോസഫർ ഈസ്റ്റേൺ ആൻഡ് ചൈനീസ് ഫിലോസഫർ കോൺഫ്യൂഷ്യസ് ബിറ്റ്വീൻ പീരിയഡ് ഓഫ് 551 ആൻഡ് BC 479. ഇദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ക്രിസ്തുവിന് മുമ്പ് ഏകദേശം 551 BC-യിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജനനം എന്നറിയപ്പെടുന്നത്. ചൈനയിലെ തന്നെ ഷാങ്ടോൺ പ്രോമിനൻസ്, അതായത് അന്നത്തെ പ്രവിശ്യയായിരുന്ന ഷാങ്ടോങ് എന്നറിയപ്പെടുന്ന പ്രോമിനൻസിലെ ലു എന്നറിയപ്പെടുന്ന രാജ്യത്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജനനം. ആദ്യ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ഏർലി കരിയർ നോക്കുകയാണെങ്കിൽ ഒരു പൊതുമരാമത്ത്, അതായത് പബ്ലിക് ഡയറക്ടറായിരുന്നു. അതിനുശേഷം അദ്ദേഹം ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഡയറക്ടറായിട്ട് നിയമിതനാകുന്നു. ചില സന്ദർഭങ്ങളിലെങ്കിലും ഇദ്ദേഹത്തിന് തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ പറ്റാതെ വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ജയിലിലാകേണ്ട ഒരു അവസ്ഥയും ആദ്യ കാലഘട്ടങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ബർത്ത് ആൻഡ് ഒറിജിൻ പ്ലേസസ് ഓഫ് സ്റ്റേറ്റ് ഓഫ് ലു, ദ മോഡേൺ ഡേ ഓഫ് ഷാങ്ടോങ് ഡിസ്ട്രിക്ട് ഇൻ ചൈന. ആൻഡ് സർവ് ദ പ്രിൻസ് ഓഫ് ലു ആസ് എ ഡയറക്ടർ ഓഫ് പബ്ലിക് വർക്ക്, അത് 503 BC-യിലായിരുന്നു. ആൻഡ് പ്രൊമോട്ട് ടു ഡയറക്ടർ ഓഫ് ദ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് 501 BCE. ആൻഡ് സംടൈംസ് and the 5 days during he extensive travel due to the cases of mistake the identity. ഇദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ, ജസ്റ്റിസ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ അത്രയും കോൺഫിഡൻഷ്യൽ ആയിരുന്നു, ആ സമയങ്ങളിൽ ഇദ്ദേഹത്തിന് ചില കാരാഗ്രഹ മാസങ്ങൾ അല്ലെങ്കിൽ ഇംപേഴ്സൺ ആകേണ്ട അവസ്ഥയും ആ കാലഘട്ടങ്ങളിൽ വന്നിട്ടുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണ്. ഏർലിയർ കരിയറിനെ കുറിച്ചാണ്. ജനനസ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റോൾ ഓഫ് എഡ്യൂക്കേഷൻസ് ആൻഡ് സെൽഫ് റിസെപ്ഷൻസ്. ഇദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻസിൻ്റെ റോൾ എന്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സ്വയം വിലയിരുത്തൽ, അതാണ് സെൽഫ് റിസെപ്ഷൻസ് എന്നറിയപ്പെടുന്നത്. ആൻഡ് ഹീസ് നോൺ ആസ് ദ ഫസ്റ്റ് ടീച്ചർ ഇൻ ചൈന. ആൻഡ് ഹീ ഡെമോക്രറ്റൈസ്ഡ് എഡ്യൂക്കേഷൻ ബൈ ഓപ്പണിംഗ് ഹി സ്കൂൾ ഇൻ ഓൾ സോഷ്യൽ ക്ലാസ്സസ്, റിച്ച് ഓർ പുവർ. എല്ലാ ആൾക്കാരെയും ഒരേ തട്ടിൽ കാണുകയും വ്യത്യാസമില്ലാതെ തന്നെ വിദ്യാഭ്യാസം നൽകണമെന്ന പ്രേരണ രാജ്യത്തിലുള്ള ഓരോ വിഭാഗങ്ങൾക്കും നൽകിയ ഒരു വ്യക്തിയായിരുന്നു കൺഫ്യൂഷനിസം എന്നറിയപ്പെടുന്നത്. ആൻഡ് ഹിസ് സെൽഫ് പെർസെപ്ഷൻസ്, ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വയം വിലയിരുത്തൽ എന്നറിയപ്പെടുന്നത്, ആൻഡ് എക്സ്പ്രസ്ഡ് ദാറ്റ് ഹി വാസ് നോട്ട് എ ക്രിയേറ്റർ or originator or new doctrines but the transmitter of ancient moral tradition and wisdoms. ഇദ്ദേഹം തൻ്റേതായിട്ടുള്ള ഐഡിയോളജീസുകളൊക്കെ രാജ്യത്തിനകത്ത് കൊണ്ടുവന്നെങ്കിൽ പോലും, മോസ്റ്റ് എക്സാമ്പിൾ കൺഫ്യൂഷനിസം എന്നൊക്കെ അറിയപ്പെടുന്നത്, എങ്കിലും ഇദ്ദേഹം പറഞ്ഞു താൻ ഒരു സൃഷ്ടാവല്ല, പഴയ അറിവുകൾ കൈമാറ്റം ചെയ്യുന്ന ഒരു വ്യക്തി മാത്രമെന്നാണ് പറയുന്നത്. ആൻഡ് ഹീസ് ആൻഷ്യന്റ് മോറൽ ട്രഡീഷൻ ആൻഡ് വിസ്ഡംസ് ആൻഡ് ഡോക്ട്രൈൻ ബട്ട് ഈസ് എ ട്രാൻസ്മിറ്റർ. അദ്ദേഹം എന്ത് ചെയ്യുന്നു? പഴയ ആശയങ്ങൾ രാജ്യത്തിലുള്ള ഓരോ ആളുകൾക്കും വേണ്ടി ട്രാൻസ്മിറ്റർ മാത്രമാണെന്ന് ഇദ്ദേഹം പറയുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയൊക്കെ വളരെ ഫേമസ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ തന്നെ. പ്രത്യേകിച്ച് തന്നെ അത് വളരെയധികം ഇവാലുവേഷൻ സംഭവിച്ചൊരു കാലഘട്ടമായിരുന്നു ഹാൻ ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്നത്. ഈ കാലഘട്ടത്തിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഐഡിയോളജി, അതായത് കൺഫ്യൂഷനിസം എന്നറിയപ്പെടുന്നത്, ഒരു ഔദ്യോഗിക ആശയമായിട്ട് മാറുകയാണ്. നിങ്ങൾക്ക് ആ 3rd പോയിന്റ് കാണുമ്പോൾ മനസ്സിലാവും. ഹാൻ ഡൈനാസ്റ്റി ഈസ് the Han triumph over the Chu established the Confucianism as the official state ideology in the 2nd century. 2nd centuries-ന്റെ കാലഘട്ടത്തിൽ തന്നെ ഈ കൺഫ്യൂഷനിസം വളരെയധികം ഒരു ട്രാൻസ്മിറ്റ് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറുകയാണ്. ഇത് തന്നെയാണ് ഡെവലപ്ഡ് ഇൻ ടു ദ നിയോ കൺഫ്യൂഷനിസം. നിയോ കൺഫ്യൂഷനിസത്തിൻ്റെ ഡെവലപ്പിലേക്കും ഒരു താവോസത്തിലേക്കും നമ്മൾ 21st 20th centuries-ലേക്ക് വളർന്നു വന്ന കൾച്ചറൽ റെവല്യൂഷനൊക്കെ നമുക്കിതിനൊരു ഉദാഹരണമായിട്ട് പറയാം. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ വളർന്നു വന്ന, അതായത് 20 and 21st centuries-ലേക്ക് വളർന്നു വന്ന CCP, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ഇതിന് വളരെ വലിയൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. സോ നിയോ കൺഫ്യൂഷനിസം ആൻഡ് കൺഫ്യൂഷനിസം, വെരി ഇമ്പാക്റ്റ് ഓഫ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സിസ്റ്റമായിരുന്നു, അല്ലെങ്കിൽ ഒരു തിയറി ആയിരുന്നു, ഒരു ഫിലോസഫിക്കൽ തിയറി ആയിരുന്നു. എല്ലാവരും ഈക്വലായിട്ട് കാണുക, രാജ്യം മുഴുവനുമായിട്ട് അത് വളർന്നു വരുന്നതിന് സാഹചര്യം ഒരുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് കോൺഫ്യൂഷനിസം മാറുന്നതിന് സാഹചര്യം ഉണ്ടായത്.
ഒരു റോൾ ഓഫ് എഡ്യൂക്കേറ്റർ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കോൺസെപ്റ്റ് ആയിരുന്നു എത്തിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ ഫ്രെയിം വർക്ക്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് കോർ പ്രിൻസിപ്പിൾ ഓഫ് റെൻ. ഈ റെൻ എന്നറിയപ്പെടുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഈ റെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, റെൻ മീൻസ് എന്നറിയപ്പെടുന്നത് ട്രാൻസ്ലേറ്റ് ടു ദ ബിനവലൻസ് ആൻഡ് ദ ഹ്യൂമനസ് ഓർ ലവിങ് അതേഴ്സ് അച്ചീവ്ഡ് ത്രൂ ദ റിഗർ ഓഫ് സെൽഫ് ഡിസിപ്ലിൻ. അതായത് ഈ കഠിനമായിട്ടുള്ള ആത്മനിയന്ത്രണം ഓരോ മനുഷ്യർക്കും ആവശ്യമാണ്. ഫസ്റ്റ് പോയിന്റിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ബെനവലൻസ്, കാരുണ്യം കാണിക്കുക, ആൻഡ് ഹ്യൂമനസ്, മാനവികത ഉണ്ടായിരിക്കുക, മറ്റുള്ളവരെ എന്ത് ചെയ്യുക, എല്ലാ കാര്യങ്ങളിലും പരിഗണിക്കുക, സ്വന്തം മാനുഷികമായിട്ടുള്ള സ്നേഹങ്ങൾ മനുഷ്യരിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക, മറ്റൊന്നിലേക്കും അവരെ കടത്തിവിടാനായിട്ട് അനുവാദം കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെയാണ് കഠിനമായിട്ടുള്ള ആത്മനിയന്ത്രണം ത്രൂ ദ റിഗറസ് ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ. അപ്പോൾ ഈ റെൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കോർ പ്രിൻസിപ്പിൾ ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഗോൾഡൻ റൂൾ ആയിരുന്നു ഷൂ എന്നറിയപ്പെടുന്നത്. ദാറ്റ് മീൻസ് വാട്ട് യു ഡു നോട്ട് വിഷ് ഫോർ യുവർ സെൽഫ് ആൻഡ് ഡു നോട്ട് ഡു ടു അതേഴ്സ്. നിനക്ക് ചെയ്യാൻ ആഗ്രഹമില്ലാത്തത് മറ്റുള്ളവരോടും ചെയ്യരുത്. ആൻഡ് വാട്ട് യു ഡു നോട്ട് വിഷ് ഫോർ യുവർ സെൽഫ് ഡു നോട്ട് ഡു ടു അതേഴ്സ്. അതുപോലെ അതൊരു നെഗറ്റീവ് ഫോർമുലേഷൻസ് ഓഫ് ദ ഗോൾഡൻ റൂൾസ് ആയിരുന്നു. വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതും രാജ്യത്തിനകത്ത് ചർച്ച ചെയ്യപ്പെട്ടതുമായിട്ടുള്ള ചില ഭാഗങ്ങൾ മാത്രമാണ്. നമുക്ക് എക്സാമിനേഷനുള്ളത് മാത്രം നോക്കിയാൽ മതിയല്ലോ. അതേപോലെ ഇദ്ദേഹത്തിൻ്റെ 5 മെയിൻ പ്രിൻസിപ്പിൾസുകളുണ്ട്. അത് കൺഫ്യൂഷൻസ് എത്തിക്സുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അല്ല, ഒന്നാമത്തേന്ന് അറിയപ്പെടുന്നത് റെസ്പെക്ട് ഫോർ ഓട്ടോണമി. നമ്മൾ സ്വയമായി തന്നെ എന്ത് ചെയ്യുക, വ്യക്തി സ്വാതന്ത്ര്യത്തോടുള്ള ബഹുമാനം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ബെനിഫിസൻസ് എന്നറിയപ്പെടുന്നത് നന്മ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നോൺ മാലിഫിസൻസ് എന്നറിയപ്പെടുന്നത് ആർക്കും ദോഷം ചെയ്യാതിരിക്കുക. ആൻഡ് ജസ്റ്റിസ് ആൻഡ് മോറൽ വാല്യൂസ്, എപ്പോഴും നീതിയിലും ധാർമ്മിക മൂല്യങ്ങളും കയ്യിലുണ്ടായിരിക്കുക. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ട് വരുന്ന 5 മെയിൻ പ്രിൻസിപ്പിൾസ് എന്നറിയപ്പെടുന്നത്. സോ ഓട്ടോണമി ആയിട്ട്, ആൻഡ് ബെനിഫിസൻസ് ആയിട്ട്, നോൺ മാലിഫിസൻസ് ആയിട്ട്, ആൻഡ് ജസ്റ്റിസ്, മോറൽ വാല്യൂ, നന്മ ചെയ്യാനും ആർക്കും ദോഷം ചെയ്യാതിരിക്കാനും അതുപോലുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തോടുള്ള ബഹുമാനവും ഉണ്ടായിരിക്കാനാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രിൻസിപ്പിളിലൂടെ എന്ത് ചെയ്യുന്നത് നമുക്ക് പറഞ്ഞു തരുന്നത്. ആൻഡ് നെക്സ്റ്റ്, മെത്തഡ് ഓഫ് ഗവർണൻസ് ആൻഡ് എത്തിക്സ്. എന്താണ് ഈ മെത്തഡ് ഓഫ് എത്തിക്സ് ആൻഡ് ഗവർണൻസ് എന്നറിയപ്പെടുന്നത്? ആൻഡ് ഫസ്റ്റ്ലി ഹീസ് റിജക്റ്റഡ് ദ ഫിസിക്കൽ കൊറേഷൻസ് ആൻഡ് സ്ട്രിക്റ്റ് പീനൽ കോഡ്സ്, ബ്രൈബറി, മിലിറ്ററി എൻഫോഴ്സ്മെൻറ്റ്, ഹാഡ് നോ മിലിറ്ററി പവർ ഹിംസെൽഫ്. അതായത് ആ കാലഘട്ടത്തിൽ തന്നെ ഈ മിലിറ്ററിയുടെ എൻഫോഴ്സ്മെൻറ്റ് വളരെയധികം കൂടുതലായിരുന്നു. അപ്പോൾ ക്രൂരമായിട്ടുള്ള നടപടികളും ശിക്ഷകളും കൈക്കൂലികളും അദ്ദേഹം പൂർണ്ണമായിട്ട് എന്താണ് രാജ്യത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ തിയറികളിലൂടെയും കൺഫ്യൂഷൻസിലൂടെയൊക്കെ എതിർത്ത ഒരു വ്യക്തിയായിരുന്നു കോൺഫ്യൂഷൻസ് എന്നറിയപ്പെടുന്നത്. ആൻഡ് പ്രയോറിറ്റൈസ്ഡ് വിർച്യു എത്തിക്സ് ആൻഡ് സെൽഫ് കൾട്ടിവേഷൻ, ഡിപ്ലോമസി, റൂൾ ഓഫ് ത്രൂ ദ മോറൽ എക്സാമ്പിൾസ്. ദാറ്റ് മീൻസ് രാജാക്കന്മാർ നല്ല മാതൃകകളായിട്ട് എപ്പോഴും മാറണമെന്ന്, അതായത് എല്ലാ കാര്യങ്ങളിലും എപ്പോഴും മാറണമെന്ന് ഉദ്ദേശിച്ചൊരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം എന്നറിയപ്പെടുന്നത്. രാജാക്കന്മാരെന്നറിയപ്പെടുന്നതും ഭരിക്കുന്നവരായാലും അവർക്ക് കൈക്കൂലിയല്ല ആവശ്യം. രാജ്യത്തിനകത്തൊരു ഡെമോക്രാറ്റിക്, എല്ലാവരെയും ഒരേപോലെ കാണേണ്ട ഒരു സിസ്റ്റമാണ് രാജ്യത്തിനകത്ത് കൊണ്ടുവരേണ്ടത് എന്നുള്ള ഒരു വിർച്വൽ എത്തിക്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു തിയറി എന്നറിയപ്പെടുന്നത്. അതാണ് ഡിപ്ലോമസിയെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഒരു പൊളിറ്റിക്കൽ തോട്ടായിരുന്നു. അത് മീൻസ് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ചിന്താഗതി വളരെയധികം എഫക്റ്റീവായിട്ട് രാഷ്ട്രത്തിൽ കൊണ്ടുവന്ന ഒരു വ്യക്തിയുമായിരുന്നു ഇദ്ദേഹം എന്നറിയപ്പെടുന്നത്. അതേപോലെയാണ് നെക്സ്റ്റ് വരുന്നതാണ് റൂൾ ഓഫ് ലീ എന്നറിയപ്പെടുന്നത്. ദ ഗവൺമെൻറ് ഷുഡ് ഗവൺ ത്രൂ ദ നാച്ചുറൽ മൊറാലിറ്റി ആൻഡ് സോഷ്യൽ റിറ്റ്സ് ആൻഡ് നോട്ട് ത്രൂ ദ ആർബിട്രറി ഫോഴ്സസ്. മീൻസ് ആർബിട്രറി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു ബലപ്രയോഗത്തിലൂടെ അല്ല സാമൂഹ്യ മര്യാദകളും ധാർമ്മികതകളും രാജ്യത്തിനകത്തേക്ക് കൊണ്ടുവരേണ്ടത്, അതായത് ഭരിക്കേണ്ടത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു മൊറാലിറ്റി കീപ്പ് ചെയ്യണം. ജനങ്ങളെ സേവിക്കേണ്ടതെന്ന് പറയപ്പെടുന്നത് എങ്ങനെയാണ്, സർവീസ് ചെയ്യേണ്ടത് ഒരിക്കലും അവരിലേക്ക് എന്തെങ്കിലും അടിച്ചേൽപ്പിച്ചിട്ടോ ശക്തമായിട്ടുള്ള നിയമങ്ങളോ കൊണ്ടുവന്നിട്ടല്ല. തേർഡ് ഫോർത്ത് പോയിന്റ്സ് കണ്ടാൽ മനസ്സിലാവും. ഷുഡ് ഗവൺ ത്രൂ ദ നാച്ചുറൽ മൊറാലിറ്റി. ഒരു നാച്ചുറൽ മൊറാലിറ്റി ആയിരിക്കണം എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, രാജ്യത്തിനകത്ത് കൊണ്ടുവരേണ്ടത്. അവിടെ ഒരിക്കലും ഒരു ആർബിട്രറി ഫോഴ്സിന് ഉപയോഗിച്ചുകൊണ്ടല്ല ജനങ്ങളെ ഭരിക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെയാണ് അദ്ദേഹം ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ ക്രിട്ടിക് ഓഫ് ഡെമോക്രസിനെയൊക്കെ വളരെയധികം ആ കാലഘട്ടത്തിൽ തന്നെ ഒരു ഡിഡ് നോട്ട് സപ്പോർട്ട് ദ മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ഡെമോക്രസി ആൻഡ് ബിക്കോസ് ഓഫ് ഇൻ്റലക്ട് ആൻഡ് മോറൽ കപ്പാസിറ്റി ആർ നോട്ട് ഈക്വൽ ഡിസ്ട്രിബ്യൂട്ട് എമംഗ് ഓൾ ഇൻഡിവിജ്വൽസ്. ദാറ്റ് മീൻസ് എല്ലാവരും ബുദ്ധിയും ധാർമ്മിക ബോധവും ഉള്ള ആളുകളാണ്. അപ്പോൾ ഒരുപോലെ നമുക്കിപ്പോൾ എന്താണ് ഒരു ധാർമ്മിക ബോധം എല്ലാവർക്കും ഉള്ളത് കൊണ്ട് തന്നെ ആധുനിക ജനാധിപത്യത്തെ അദ്ദേഹം പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു, വെല്ലുവിളിച്ച ഒരു വ്യക്തിയും കൂടിയായിരുന്നു. കാരണം അതിനെ അനുകൂലിച്ചില്ല. ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെയൊക്കെ ഡെമോക്രാറ്റിക് ചിന്താഗതികളെന്നറിയപ്പെടുന്നത്
ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിലേക്കോ മാത്രമായിട്ട് ഒതുങ്ങി നിന്നതായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ തിയറിയിലൂടെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടങ്ങളിലെ ഒരു ഡെമോക്രാറ്റിക് ചിന്താഗതികളെയൊക്കെ പൂർണ്ണമായിട്ടും എതിർത്ത ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം എന്നറിയപ്പെടുന്നത്. അത് നിങ്ങൾക്ക് താഴോട്ടുള്ള മറ്റു പോയിന്റ്സുകൾ കാണുമ്പോൾ മനസ്സിലാവും. ഡിഡ് നോട്ട് സപ്പോർട്ട് ദ മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ഡെമോക്രസി ആൻഡ് മാസ് സെൽഫ് ഗവൺമെന്റ്, ബിലീവ് ദാറ്റ് ഇന്റലക്ച്വൽ ആൻഡ് മോർ കപ്പാസിറ്റി ആർ നോട്ട് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഓൾ ഇൻഡിവിജ്വൽസ്. ആദ്യ കാലഘട്ടങ്ങളിലെ ഡെമോക്രസി എന്നറിയപ്പെടുന്ന എല്ലാവരിലേക്കും എത്തിച്ചേരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിസ്റ്റം ആയിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ തിയറിയിലൂടെ പറയുന്നത്. അതിനുവേണ്ടി തന്നെ അദ്ദേഹം ഒരുപാട് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള നാച്ചുറൽ ഡെമോക്രാറ്റിക് സിസ്റ്റമൊക്കെ കൺഫ്യൂഷനിസത്തിലൂടെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് ഇമ്പോസ് ചെയ്യാനായിട്ടും പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലിമിറ്റിംഗ് അബ്സൊല്യൂട്ട് പവർ ആർഗ്യൂഡ് ദാറ്റ് ദ മസ്റ്റ് ബി കൺസ്ട്രെയിൻഡ് ബൈ ദ ട്രൂത്ത്, ലിംഗ്വിസ്റ്റിക് ഇൻറ്റഗ്രിറ്റി ആൻഡ് ടു ദ മോറൽ ഡ്യൂട്ടി. ഇപ്പോൾ ഭാഷാപരമായിട്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാര്യങ്ങളായിട്ടോ ഒരു മോറൽ ഡ്യൂട്ടി രാജ്യത്തിനകത്ത് എപ്പോഴും നിലനിൽക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മെത്തഡ് ഓഫ് ഗവർണൻസ് ഓഫ് എത്തിക്സ് എന്ന പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെ പ്രൈമറി ടെക്സ്റ്റൽ സോഴ്സ് ആൻഡ് വർക്ക്സ്. ഒരുപാട് തരത്തിലുള്ള ചരിത്ര രേഖകൾ അദ്ദേഹത്തെക്കുറിച്ച് ലഭിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും കണ്ടെത്തിയിട്ടുള്ള ബുക്ക് ഓഫ് ഓട്സ്, ദാറ്റ് മീൻസ് എ ഫൗണ്ടേഷൻ ഓഫ് കളക്ഷൻ ഓഫ് ആൻഷ്യന്റ് ചൈനീസ് പോയിട്രി. അതായത് ആ കാലഘട്ടത്തിൽ തന്നെ പ്രധാനമായിട്ടും വരുന്ന ചൈനീസ് കവിതകളുടെ ഒരു ശേഖരമാണ് ഈ ബുക്ക് ഓഫ് ഓട്സ് എന്നറിയപ്പെടുന്നത്, ദ ഷിജിങ് ആൻഡ് ഷിങ്കിങ് എന്നറിയപ്പെടുന്നത്. ആൻഡ് നെക്സ്റ്റ് ഓഫ് ബുക്ക് ഓഫ് ഡോക്യുമെന്റ്സ്, ഷുജിങ് ആൻഡ് ഷൂക്കിങ്, കളക്ഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ സ്പീച്ച് ആൻഡ് പ്രോസ് ആൻഡ് റെക്കോർഡ്സ്. ആ കാലഘട്ടത്തിൽ തന്നെ പ്രധാനമായിട്ടും വരുന്ന ഹിസ്റ്റോറിക്കൽ പ്രസംഗങ്ങളും, അതായത് ചരിത്രപരമായിട്ടുള്ള പ്രസംഗങ്ങളും രേഖകളും അടങ്ങുന്നതാണ് ബുക്ക് ഓഫ് ഡോക്യുമെന്റ്സുകൾ എന്നറിയപ്പെടുന്ന ഷുജിങ് ഷൂക്കിങ് എന്നറിയപ്പെടുന്നത്. ആൻഡ് ദെൻ സ്പ്രിംഗ് ആൻഡ് ഓട്ടം അനൽസ്, ലീജിൻ ആൻഡ് ലീക്കിംഗ്, ഒഫീഷ്യൽ ഹിസ്റ്റോറിക്കൽ ക്രോണിക്കിൾസ് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ലൂ. ഇത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇത് നമ്മൾ പഠിച്ചതാണ്. നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ, ലൂ എന്ന രാജ്യത്തിൻ്റെ ഒരു ചരിത്ര രേഖകളെക്കുറിച്ച് പറയുന്നതാണ് ഈ സ്പ്രിംഗ് ആൻഡ് ഓട്ടം അനൽസ് എന്നറിയപ്പെടുന്നത്, ഹിസ്റ്റോറിക്കൽ ക്രോണിക്കൽസ് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ലൂ. അടുത്ത ബുക്ക് ഓഫ് ചേഞ്ചസ് എന്നറിയപ്പെടുന്നത് ഇങ്ജിങ് ആൻഡ് ഇങ്കിങ്, ഫിലോസഫിക്കൽ ട്രീറ്റീസ് ഓഫ് ഡിവിഷൻസ് ആൻഡ് ദ കോസ്മോളജി. അതായത് ഈ പ്രകൃതിയെയും അതുപോലെ തന്നെ നമ്മുടെ ജ്യോതിഷത്തിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു തത്വചിന്ത ബുക്കാണ് ഈ പറയുന്നത് ബുക്ക് ഓഫ് ചേഞ്ചസ് എന്നറിയപ്പെടുന്നത്, ഇങ്ജിങ് ആൻഡ് ഇങ്കിങ്. അടുത്ത സെക്കൻഡറി കനോൺ, ദ അനലക്സ് ദ കംപ്ലീഷൻസ് ഓഫ് ഹിസ് സെയിം ബൈ ഡിസിപ്ലിൻ. ലാസ്റ്റ് വരുന്നതെന്നറിയപ്പെടുന്ന കൺഫ്യൂഷനിസത്തിൻ്റെ വചനങ്ങളാണ്. അതായത് ശിഷ്യന്മാർ ക്രോഡീകരിച്ച്, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ തന്നെ ക്രോഡീകരിച്ച് എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ഈ സെക്കൻഡറി കനോൺ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് നമുക്ക് എക്സാമിനേഷൻസിനൊക്കെ ചോദിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതുമായിട്ടുള്ള ടെക്സ്റ്റൽ വർക്കുകൾ എന്നറിയപ്പെടുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ബേസിക്കായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തികളെയും കുറിച്ച് നമുക്ക് എക്സാമിനേഷന് വളരെ കൺഫ്യൂഷൻ ഇല്ലാതെ എഴുതാനായിട്ട് എന്ത് ചെയ്യുന്നു സാധിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് നോക്കുക. ഒരൊറ്റ പാർട്ടിൽ തന്നെ 3 പേഴ്സണാലിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് വിചാരിച്ചത്. പക്ഷേ ഇത് കുറച്ച് ലെങ്ത് കൂടിയത് കൊണ്ട് തന്നെ നമുക്ക് ഓരോ പാർട്ടായിട്ട്, നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് പ്ലേറ്റോയെ കുറിച്ചും അടുത്ത പാർട്ടിൽ നമുക്ക് അരിസ്റ്റോട്ടലിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് ഫസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ 3 പേഴ്സണാലിറ്റീസിനെ കുറിച്ച് ഇതിനകത്തില്ല, ഒരൊറ്റ പേഴ്സണാലിറ്റി മാത്രമേ ഉള്ളൂ. കുറച്ച് ലെങ്ത് കൂടിയതുകൊണ്ടാണ്. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് പ്ലേറ്റോയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ഇന്ത്യൻ ഫിലോസഫേഴ്സുകളെയും